ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ചൂട്? എല്ലാവർക്കും ചൂടാണ് അറിയാം എനിക്ക്. അമ്മ യഥാർത്ഥത്തിൽ എന്താ അറിയോ, എല്ലാവരും എന്താ ചെയ്യണറിയോ, പുലർച്ചെ നേരത്തെ അങ്ങോട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ചൂടത്ത് ഇവർ ഉറക്കം കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പുലർച്ചെ ആകുമ്പോൾ നല്ലൊരു ക്ഷീണം ഉണ്ടാവും, എണീക്കാത്തൊരു ബുദ്ധിമുട്ടാവും. എന്നാലും എല്ലാവരും കുറച്ച് നേരത്തെ എണീച്ചിട്ട് രാവിലത്തെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ കഴിച്ച് സുഖമായിരുന്ന് റെസ്റ്റ് എടുക്കണമ്മ. ഈ അമ്മയടക്കം അതേ പറയുന്നത് നോക്കാം. അമ്മ ചെയ്യാത്ത പോലെ അമ്മ അതന്നെയല്ലേ ചെയ്യണത്. നീ എന്താ പറയുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്നൊരു ദോശ കളിയാക്കും. എന്തറിയോ, കൊള്ളി ഒരു കുറച്ചരി. അപ്പൊ അച്ഛനൊക്കെ കൊടുത്തു. ഇനിയിപ്പോ ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തോ? അച്ഛൻ നിന്റെ അച്ഛന്. എന്റെ അച്ഛൻ. അപ്പൊ എന്തറിയോ, കൊള്ളി ഒരു 2 കഷ്ണം കൊള്ളി, അത്ര സമയം ഞാൻ പറയാം. ഇത്ര നീളമുള്ള 2 കഷ്ണം കൊള്ളി എന്ന് പറഞ്ഞാൽ ഒരു 1/4 കിലോ ഉണ്ടാവും. ഒരു മത്തിയുടെ ഒക്കെ വലുപ്പമുള്ള കൊള്ളി. ഒരു 1/2 ഗ്ലാസ് അരി, പിന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങയും കൂടിയിട്ട് നാളികേരം തേങ്ങ അരച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് അതിന്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കണ്ട. ചെറിയ ഉള്ളി, മല്ലിയില, പച്ചമുളകും. വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാനൊന്നും ഇടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പിന്നെ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടുള്ള വേറെ കൊള്ളി നാളികേരം അരിയാണ് കേട്ടോ. ഒരു പ്രത്യേക സ്വാദുണ്ടാവും. അതായത് എന്താ പറയുക, എപ്പോഴും നമ്മൾ ദോശയൊക്കെ അരി ഉഴുന്നൊക്കെ അരച്ച് തിന്നില്ലേ. നാളെ ഞാനിപ്പോൾ ചക്കയും കൊണ്ട് ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കനം കുറച്ചോ. അതുപോലെ തന്നെ എൻ്റെ അമ്മുക്കുട്ടി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ ഹയസ്റ്റ് വെറൈറ്റി ഉള്ള ഒരു സംഭവമാണ് ദോശ. എത്ര ടൈപ്പ് ഉണ്ടാവും അമ്മയുടെ? ഒന്നും പറയാൻ പറ്റില്ല. പോ ദോശ എന്ന് പറഞ്ഞാൽ ഒരു 100 പരക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇല്ലേ? അത്രയും ഫേമസ് ആണ് ദോശ സൗത്ത് ഇന്ത്യയിൽ. അത് കാരണം ദോശനെ കളിയാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ മേലെ നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റോ ബീട്രൂട്ടോ മുരിങ്ങയിലയോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിതിൽ ഇവനിത് വേണ്ട, ഇവനൊന്നും വേണ്ട, പ്ലെയിൻ ആയിട്ടാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആണല്ലോ അച്ഛനൊക്കെ ചുട്ടു കൊടുത്തു, അച്ഛൻ കഴിച്ചു. പക്ഷെ ഇവനിത് ഒന്നും ഇടരുത്, പ്ലെയിൻ ദോശയാണ് എന്താണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ അവൻ അങ്ങനെയാണ് ചുട്ടു കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ച് നെയ്യും എണ്ണയും രണ്ടും കൂടി മിക്സ് ചെയ്തതാണ്. എന്താ പറയുക, നെയ്യിൻ്റെ ഒരു ചെറിയ മുഴുവൻ നെയ്യാണെങ്കിലും എനിക്കിഷ്ടമല്ല. അപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് എന്താ പറയുക രണ്ടിൻ്റെ കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെ, അതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അരിയാണെങ്കിൽ കേട്ടോ, ഇതല്ല, ഇതിപ്പോൾ കൊള്ളിയും നാളികേരം അരിയല്ലേ. നമ്മൾ ഉഴുന്നൊക്കെ അരച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാത്ത പോലെ കാണിച്ചിട്ടില്ല, അതൊന്നും ഒരു ദിവസം കാണിക്കാം കേട്ടോ. അതിന് ഉഴുന്ന് വേണം, ഉഴുന്നൊക്കെ ഇട്ട് അരച്ച ദോശ വേണോ. എന്താ അറിയോ, എല്ലാ ദിവസവും ദോശ പറയുമ്പോൾ ഒരു മുശ്ചലുണ്ടാവും, ഒരു മടുപ്പ്. എൻ്റെ അമ്മേ ഇന്നും ദോശയാണോ അമ്മേ, എന്നെ അങ്ങോട്ട് കൊല്ല് പറയും ചിലർ കേട്ടോ. ഈ ചിലർ ചിലപ്പോൾ ഞാനുണ്ടാവും. ചിലരുണ്ട് അതെന്താണെന്ന് അറിയില്ല അമ്മ, അത് മാത്രം എനിക്ക് മട്ടിപ്പാവില്ല. ഇഡ്ഡലി മാത്രം ഒരു മട്ടിപ്പാവില്ല. ഇനിയിപ്പോൾ ഒരു എന്താണ് മിനി ഇഡ്ഡലി വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു പാത്രം മേടിക്കണം. എന്നാ പിന്നെ പറയണ്ട, അതൊരു 30 ഇട്ടാലേ നമുക്ക് തിന്നാൻ പറ്റും. മിനി ഇഡ്ഡലി നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഈ ദോശയ്ക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മണവും ഗുണവും രുചിയും ഒക്കെ കൂടുമ്പോൾ ഇന്ന് ഈ ദോശയാണല്ലോ ഒരു പുതുമയിൽ കഴിക്കും ആൾക്കാർ. അതിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ വെറൈറ്റി ദോശകൾ കണ്ടുപിടിച്ചത് തന്നെ ഈ വീട്ടമ്മമാർ, അതുകൊണ്ടാണ് തോന്നുന്നു അല്ലേ? ഇതൊക്കെ ആര് കണ്ടുപിടിച്ചാണ്? വീട്ടിലെ അമ്മമാർ, അവരാണ് ഈ ദോശയൊക്കെ കണ്ടുപിടിച്ചത് അല്ലേ? ഈ ദോശയുടെ ഒപ്പം ഇതിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, ഇതിൻ്റെ ഒപ്പം അതിട്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും. അപ്പോൾ കഴിക്കുന്ന പിള്ളേർക്ക് എന്തോ ഒരു സന്തോഷം. അപ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അല്ലേ? ഇപ്പൊ രാവിലെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ അമ്മ ഉണ്ടാക്കണ ചോദിക്കുമ്പോ ദോശ. ഞാൻ പറഞ്ഞു ദോശയോ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ അരയ്ക്കുന്നവ കണ്ടു. അപ്പൊ എന്താ ദോശക്ക് ഇന്നലെ അരച്ച് എന്തപ്പം അരച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇത് അപ്പളൊക്കെ അരച്ചുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അതെന്താ കൊള്ളിയൊക്കെ വെച്ചിരിക്കുന്നത്, കൊള്ളി പുഴുങ്ങ, പിന്നെ 2 കഷ്ണം കൊള്ളിയല്ലേ ഇപ്പൊ പുഴുങ്ങുന്നത് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇട്ട് അരയ്ക്കുന്നവ കണ്ടു. അപ്പൊ പറയും ഇതെന്താ ദോശ എന്ന് പറഞ്ഞിട്ട് വേറെ എന്താണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദോശ, കൊള്ളി നാളികേരോ അരിയൊക്കെ കൂടിയിട്ട് ഒരു ദോശ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധാ ദോശേനെ ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റും അല്ലേ?
ഈ സാധാ അമ്പുവിനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അയ്യോടാ, ഇനിയിപ്പോൾ എന്നെ സൂപ്പർ സ്റ്റാർ ആക്കണം നമുക്കില്ലേ? പറ്റില്ല അല്ലേ? അതിന് പറ്റില്ല. ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വയസ്സായത് കൊണ്ട് പറ്റില്ല. ഇത്രേ ആവാൻ പാടുള്ളത്. അപ്പോൾ ഈ ഭാഗം കുറച്ച് ഇങ്ങനെ കിടക്കുകയാണ് നല്ലത്. നോക്കട്ടെ. നൈസ്. അപ്പോഴാണ് ഇത് കഴിക്കാനൊരു ടേസ്റ്റ്. നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം. ഇതൊക്കെ വെറൈറ്റി ദോശകളൊക്കെ കഴിക്കണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ തമിഴ്നാട്, കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചൂടോട് കൂടിയിട്ട് പല ടൈപ്പുള്ള ദോശകൾ നമുക്ക് കഴിക്കാൻ കിട്ടും. ഇതിന് നിങ്ങൾ അത്യാവശ്യത്തിന് എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ പറ്റും അതൊക്കെ നമുക്ക്. വെജിറ്റബിൾസ് മാത്രമല്ലല്ലോ, ഇറച്ചി ദോശയുണ്ട്, ഫിഷ് ദോശയുണ്ട്, പല ടൈപ്പ് ദോശകളുണ്ട് അല്ലേ? മുട്ടയിട്ട ദോശ. അപ്പോൾ ഇതിൽ കുറച്ച് ഇട്ടിട്ട് അപ്പോഴാണ് ഇതിനൊരു മണമൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് മണം ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മണം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ കൊള്ളിയൊക്കെ ഇപ്പോൾ ധാരാളം എല്ലാ വീട്ടുകളിലും ഉണ്ടാവും അല്ലേ? അപ്പം നമുക്ക് ഒരു ദോശ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പച്ചരി, കുറച്ച് നാളികേരം, ഇതൊക്കെ വീട്ടിലുണ്ടാവുന്ന സാധനം. സത്യത്തിൽ എന്താ ഞാൻ അതൊക്കെ പറയട്ടെ. പെട്ടെന്ന് നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടില്ലാന്ന് വെച്ചോ, നമുക്ക് അപ്പഴക്കപ്പഴേ ഉണ്ടാക്കുന്ന സാധനം അല്ലേ? അപ്പോൾ സത്യമായിട്ട് ഇതൊക്കെ എന്തിനാ സംഭവിച്ചറിയോ? ഈ ദോശ ഇപ്പം എന്തിനാ സംഭവിച്ചെന്നറിയോ? അമ്മ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പം അതിലൊരു വെറൈറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെ എനിക്കൊന്ന് കാണാമല്ലോ അല്ലേ? അതല്ലേ സത്യം? ഒരു 10 മിനിറ്റിലൊരു വീഡിയോ പിടിച്ചിട്ട് എന്നെ കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ മറന്നു പോവോ എന്നെ? പിന്നെ അമ്പു ചേച്ചി എന്ന് പറഞ്ഞ ആളിനെ മറന്നു പോവോ? അങ്ങനെ ശരിയാവില്ല. എത്ര ദിവസമായി അടുപ്പിച്ച് പിടിക്കാൻ പറ്റാണ്ട്. കാരണം ഇപ്പോഴത്തെ ചൂടും പിന്നെ നമ്മുടെ ആരോഗ്യവും മരുന്നും എല്ലാം കൂടി കൂടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം നടക്കുക നിൽക്കാൻ എൻ്റെ അമ്മക്കുട്ടിക്ക് പറ്റുന്നില്ല. അതല്ലേ സത്യം? പിന്നെ എന്താ അറിയോ, രാവിലത്തെ കാപ്പി കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ആലസ്യം, എന്തോ ഒരു ക്ഷീണാണ്. അപ്പം എന്താ എന്ന് ഉച്ചയ്ക്ക് തൈരും അല്ലെങ്കിൽ ഇവനൊരു മുട്ട ബുൾസൈ പോലെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കുക പെട്ടെന്നാവണ രീതിയിൽ അങ്ങനെ പോകും. അപ്പോൾ നമുക്കിത് ഒരു വീഡിയോ എടുക്കേണ്ട മൂടങ്ങൾ പോകും. അപ്പം എന്താ അയ്യോ ഇനിയിപ്പോൾ അവിടെ ഇവിടെ ഇരുന്നിട്ടൊക്കെ എടുക്കണ്ടേ അതൊന്നും. പിന്നെ അമ്മ ആലോചിക്കും, പക്ഷേ ഇന്നും വീഡിയോ ഇട്ടില്ല, എൻ്റെ ആൾക്കാർ എന്ത് വിചാരിക്കും? ആ ഒരു ചിന്ത. അതിന് വേണ്ടിയിട്ട് അമ്മ എന്താക്കി, രാവിലെ ഇരുന്നിട്ട് ആ തലക്കുള്ളൊരു കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു വെറൈറ്റി ഇത് അല്ല ഞാൻ ഇന്ന് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് വേണം. അപ്പം എന്താ ചെയ്യുക? അപ്പം ഇങ്ങനെ കൊള്ളി കൊണ്ടുവന്ന് പുഴുങ്ങിയത് അതിൽ 2-3 വർഷം കൊള്ളിയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ കൊള്ളി ദോശ നിന്റെ അമ്മായിയാണ് കേട്ടോ കൊള്ളി ദോശയുടെ എൻ്റെ ഗുരു. ആണോ? ഏതമ്മായി? വല്യമ്മയോ ചെറിയമ്മയോ? ഗീതമ്മായി. കൊള്ളിയും പച്ചരിയും കൂടിയിട്ടാണ് അവള്. നാളികേരം ഞാൻ കൂട്ടിയതാണ്. കാരണം എന്താ പറഞ്ഞാൽ ചിലതിൻ്റെയൊക്കെ നാളികേരം കൂട്ടിയ സ്വാദാണെന്ന് പറയുന്നത് കേട്ടിട്ട് ഞാനത് കൂട്ടിയതാണ്. എന്നിട്ട് അമ്മായി ഈ ദോശ ഒന്നും ഉണ്ടാക്കി എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ആയിട്ടാ. അപ്പോൾ ഈ ദോശ 2 ദോശയായി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം 2 നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പഴയ ഓർമ്മയൊക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊക്കെ, പക്ഷേ ഉള്ളിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മായി ഉള്ളിയൊന്നും ഇടില്ല. കൊള്ളി അരി കൂടി അരച്ചിട്ട് വെറുതെ സാധാ ദോശ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനതിൽ ഉള്ളിയോ പച്ചക്കറിയോ അതൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ നാളികേരം എന്ന് പറയുന്ന സാധനം അമ്മായി കൂട്ടിയിട്ടില്ല, അതിപ്പോൾ ഞാൻ കൂട്ടിയതാണ്. എന്തായാലും എൻ്റെ അമ്മക്കുട്ടിക്ക് ഇതുകൊണ്ട് 2 ഗുണമുണ്ടായി. ഒന്ന്, ഒരു ദോശ അമ്മായി ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ ഓർമ്മ വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കി പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റിയ ഒരു എന്താ സംഭവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ അമ്മയ്ക്ക് കാണാൻ പറ്റും, നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളെ അമ്മയ്ക്ക് കാണാൻ പറ്റി, അവരോടൊരു ഹായ് പറയാൻ പറ്റി, ഒരു ഉമ്മ കൊടുക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, അമ്മേനെ അവർക്ക് കാണാൻ പറ്റി. അവൻ്റെ മെസ്സേജിലൂടെ അമ്മയ്ക്ക് അവൻ്റെ സാന്നിധ്യം അറിയും, അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബോറടിയാണ് സത്യം പറഞ്ഞാൽ. ഒരു 4 എനിക്ക് വയ്യാണ്ടാണ് അടുക്കളയിൽ നിൽക്കാനും പറ്റില്ല. പിന്നെ ഉച്ചയാകുമ്പോൾ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത് അതിലേറെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും വീഡിയോ എടുത്തില്ലെങ്കിൽ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെയാണ്. അപ്പം അതാണ്. ഇപ്പോൾ എനിക്കിവിടെ 2 ദോശ ഉണ്ടാക്കി. ഇനി ഇവന് പ്ലെയിൻ ആണ് കേട്ടോ. പ്ലെയിൻ 2 ദോശ പിന്നെ ഉണ്ടാക്കി കാര്യം കഴിഞ്ഞു. അപ്പം ഇതാ നോക്കും, അതിന് ഒരു പച്ചമുളക് ചട്നി, ഒരു തക്കാളി ചട്നി, പിന്നെ സാമ്പാർ ഉണ്ട്. അപ്പോൾ എന്ത് വേണേലും കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. അത് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കൂടിയിട്ട് കളർഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ്.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അതവർ കഴിച്ച് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ട് നിങ്ങൾ അറിയിക്കും അല്ലേ? ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് 2 കഷ്ണം കൊള്ളി എടുത്ത് അരച്ച് ഇത്തിരി നാളികേരൊക്കെ കൂട്ടി അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അതൊരു വ്യത്യസ്ത, പിന്നെ ചൂടായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. കഴിക്കുക, വെറുതെ കഴിക്കുക. നമുക്കിതിൽ ചട്നി ഒന്നും വേണ്ട. എന്നാലും ഞാനിവിടെ എപ്പോഴും തക്കാളി ചട്നി എല്ലാ ചട്നികളും ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറുതെ ചൂടോടെ കൊടുത്ത ഒന്നും ഇല്ലാണ്ട് കഴിച്ചോളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും വയ്യാന്ന്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഒന്നിനും പറയും നല്ല കഞ്ഞി വെച്ചിട്ട് കുടിച്ചാലോ, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എടുക്കുക അല്ലേ? ഈ അത്രയും ചൂടാണ്, നിങ്ങൾക്കും അറിയാമല്ലോ ചൂടിൻ്റെ ഒക്കെ. പിന്നെ ആ സമയത്ത് നമുക്ക് ക്ഷീണം പോരാത്തതിന് നമ്മൾ ഒരുപാട് മരുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ അതിൻ്റേതായ ഒരു ചൂടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് വേറെ നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെ കാണാതിരുന്നാൽ എനിക്ക് അത്രയ്ക്കും എന്താ പറയുക വിഷമാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് വരാത്തത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ബൈ.